കേരളത്തിലെ നിരവധിയായ പ്രതിസന്ധികളുണ്ടായപ്പോൾ ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ വാടക ചോദിച്ചതും പ്രളയത്തിന് അരി മേടിച്ചിട്ട് അരി തന്നിട്ട് അരിയുടെ വില തിരിച്ചു മേടിക്കുന്നതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യപ്പെട്ടതൊക്കെ മേടിക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ 18 എംപിമാർ തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഒരു മണ്ഡലമാണ് മാവേലിക്കര. ആ നിലയിലുള്ള ഇടപെടലുകൾ, മാവേലിക്കരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ നിലവിലെ മാവേലിക്കര എം പിക്ക് കഴിഞ്ഞിട്ടില്ല. 15 വർഷമായി മാവേലിക്കര, 15ഉം പിന്നെ അടൂരിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏതാണ്ട് 35 വർഷക്കാലത്തിലധികം നമ്മുടെ നാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എടുത്തു പറയത്തക്ക ഒരു വികസനവും നമ്മുടെ നാടിനകത്ത് നടപ്പിലാക്കാൻ മാവേലിക്കര എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. വള്ളികുന്നം തെക്കേക്കര പ്രദേശങ്ങളിലെ കുടിവെള്ള പദ്ധതിയുണ്ട്. ഈ സംസ്ഥാന ഭരണവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭരണവും കോൺഗ്രസ്സിനായിരുന്ന ഒരു സമയത്ത് പോലും ആ പദ്ധതി, ഇവിടെ 4 കേന്ദ്രമന്ത്രിമാരടക്കമുണ്ടായിരുന്നതാണ്, അത്തരമൊരു കുടിവെള്ള പ്രശ്നം പോലും കൃത്യമായി പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. എടുത്തു പറയത്തക്ക ഒരു വികസനവും എം പി എന്നുള്ള നിലയിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഈ നാട് മാവേലിക്കര ചർച്ച ചെയ്യും. തീർച്ചയായും അഡ്വക്കേറ്റ് CA അരുൺകുമാർ മികച്ച ഭൂരിപക്ഷത്തോടെ മാവേലിക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും.